There is a good teacher at my school. Very good. There is a good teacher at my school. അല്ലേ? എൻ്റെ സ്കൂളിൽ നല്ലൊരു ടീച്ചറുണ്ട്. Okay. ഇനി അവിടെ നല്ലൊരു ഹോട്ടലുണ്ട്. അവിടെ നല്ലൊരു ഹോട്ടലുണ്ട്. ഇവിടെ പറഞ്ഞാൽ പോലെ. അത് കഫ്തീരിയാണ് കേട്ടോ. ഇതിൻ്റെ പേര് കഫ്തീരിയാണ്. അതായത് നമ്മൾ ചെറിയ കോഫി സ്നാക്സ് ഒക്കെ കിട്ടുന്ന അതിന് പറയുന്ന പേരാണ് കഫ്തീരിയ. അപ്പോൾ ഇവിടെ ഒരു കഫ്തീരിയ ഉണ്ട്. എങ്ങനെ പറയും? അപ്പോൾ നമുക്ക് ഹിയറീസ് എന്ന് പറഞ്ഞാൽ മതി. ഇത് തൊട്ടടുത്തല്ലേ? അപ്പോൾ ഹിയറീസ് എ കഫ്തീരിയ എന്ന് പറയാം. നമ്മൾ കുറച്ച് ദൂരെ ഉള്ള സ്ഥലങ്ങൾക്ക് പറയുമ്പോഴാണ് ദയറീസ് പറയാം കേട്ടോ. തൊട്ടടുത്തുണ്ടെങ്കിൽ നമുക്ക് ഹിയറീസ് എന്ന് പറയാം. അപ്പോൾ ഹിയറീസ് എ കഫ്തീരിയ, അല്ലെങ്കിൽ നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ട് ദയറീസ് എ കഫ്തീരിയ എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ഓക്കെ, പറയാം. ദയറീസ് എ കഫ്തീരിയ എന്ന് പറയാൻ തെറ്റില്ല. നമ്മൾ പറയാം ഇവിടെ ഒരു കഫ്തീരിയ ഉണ്ട്, നമ്മൾ പെട്ടെന്ന് പറയില്ലേ ഇവിടെ ഒരു കഫ്തീരിയ ഉണ്ട്, എങ്ങനെ പറഞ്ഞൂടെ? അല്ലെങ്കിൽ ഞാൻ അവിടെ നിൽക്കുന്ന ഒരാളോട് പറയാം അവിടെ ഒരു കഫ്തീരിയ ഉണ്ട്, അങ്ങനെ പറയില്ലേ? അപ്പോൾ രണ്ടിൻ്റെ ഡിഫറൻസ് നമുക്കറിയാം. ഒന്ന് ഹിയറീസ് എ കഫ്തീരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കഫ്തീരിയ ഉണ്ട്, ദയറീസ് എ കഫ്തീരിയ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കഫ്തീരിയ ഉണ്ട്. ഓക്കെ, അതാണ് വ്യത്യാസം. ഇനി നമുക്ക് ഇതിനെ ചോദ്യമാക്കണം. ഓക്കെ, ചോദ്യമാക്കാൻ എന്താ ചെയ്യാം? സാധാരണ നമ്മൾ എന്താ ചെയ്യല് ചോദ്യമാക്കണമെങ്കിൽ ഒരു സെന്റൻസിൽ നിന്നും അതിനെ ചോദ്യമാക്കണമെങ്കിൽ ഏത് രീതിയിൽ എവിടെന്നാ തുടങ്ങുക? എന്തിലാ തുടങ്ങുക? ആറിനൊക്കെ പുറത്തേക്ക് ഇടുക അല്ലെ? അതിനെന്താ പറയാ? ഓക്സിലറി വെർബിൽ തുടങ്ങണം അല്ലെ? അപ്പൊ ഓക്സിലറി വെർബ് ഇവിടെ ആരാണ്? അപ്പൊ ഞാൻ പറയാണ് നിന്റെ വീട്ടിൽ ഒരു ബൈക്കുണ്ട്. എങ്ങനെ പറയാ? there is a bike in your home അല്ലെ? അല്ലെങ്കിൽ at your home. നിന്റെ വീട്ടിൽ ഒരു ബൈക്കുണ്ട്. അപ്പൊ ആ ബൈക്ക് എന്ന് പറഞ്ഞ സാധനം അവിടെ ഉണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഇവിടെ ഒരാളെ മാത്രം പുറത്തേക്കിട്ട് ചോദിച്ചാൽ മതി. എന്താ ചോദിക്കുക? is there a bike? Is there a bike? സ്റ്റക്കാകുമ്പോ സമ്മതിച്ചാൽ മതി. ഓക്കെ റെഡി, സോറി. ഓക്കെ, എന്നിട്ട് ബാക്കി പറയാം. Is there a lovebirds in you? Bike ഞാൻ ചോദിച്ചേ. Sorry. Bike in your home. Is there a bike in your home? ഇപ്പൊ ശരിയായി. എനിക്കറിയണത് പിന്നെ നിരാശം പറഞ്ഞേ. ഓക്കെ, ഇനി മിൽക്കുട്ടി എന്നോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണം. എന്റെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോ, ഓഫീസിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കണം. എന്തിലാ തുടങ്ങാന്ന് അറിയാലോ? അങ്ങനെ തുടങ്ങിയാൽ മതി. അച്ഛന്റെ വീട്ടിൽ ഒരു ചെയറുണ്ടോ? Is there a chair? എവിടെ? In your home. Is there a chair in your home? ഇനി അടുത്ത് വേറെ എന്തെങ്കിലും സാധനം ഉണ്ടോ ചോദിക്കാം. വേറെ ചെയർ അല്ലാണ്ട് വേറെ കുറെ സാധനങ്ങളുണ്ടല്ലോ വീട്ടില്. അച്ഛന്റെ വീട്ടിൽ പൂച്ചയുണ്ടോ? വീട്ടിൽ പൂച്ചയുണ്ടോ? കിട്ടി. Is there a cat in your home? Right. Is there a cat in your home? റൈറ്റോ? ശരി, സത്യാണെന്ന്, കറക്റ്റ് ആണെന്ന്. അത് രണ്ട് റൈറ്റ് ഉണ്ട്. ഒരു റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് RIGHT റൈറ്റ് എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഒരു റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് WRITE അത് എഴുതുക. രണ്ടിനും നമ്മൾ റൈറ്റ് എന്നാ വായിക്കാം കേട്ടോ. ഓക്കെ, അടുത്ത നമുക്ക് ഇനി ഈ സെന്റൻസിനെ നെഗറ്റീവ് ആക്കണം. നെഗറ്റീവ് ആക്കണമെങ്കിൽ സാധാരണ നമ്മൾ എന്താ ചെയ്യല്? സാധാരണ നമ്മള് ഓക്സിലറി വെർബിനെ എടുത്തിട്ട് അതിന്റെ കൂടെ നോട്ട് ഇടും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ നെഗറ്റീവ് ആക്കാം? എങ്ങനെ നോട്ട് ഇടും? there is not. there is not ഇടും അല്ലേ? അപ്പൊ എന്റെ വീട്ടിലൊരു TV ഇല്ല, എങ്ങനെ പറയും? there is not TV. there is not a TV in my home. ഓക്കെ, എൻ്റെ ഓഫീസിൽ
എൻ്റെ ഓഫീസിൽ ഒരു ജീപ്പില്ല, എങ്ങനെ പറയും? എൻ്റെ ഓഫീസിൽ ഒരു ജീപ്പില്ല. ജീപ്പില്ല. ഐ അയ്യാ there is not a jeep at my office. റൈറ്റ് എന്നാണ് ശരി എന്നാണ് കേട്ടോ. ഓക്കെ ഓക്കെ ശരി അങ്ങോട്ട് പറഞ്ഞ പോലെ എന്തിനാ റൈറ്റ് എന്ന് പറഞ്ഞ് ശീലിക്കണം. ഓക്കെ ഇതിന്റെ ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിക്കാണും. കാരണം നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ട ഒരു സംഭവമാണ് ദേറീസും ദേറാറും. നമ്മൾ പറയാറുണ്ട്. അച്ഛൻ ഒന്നിൽ അത് പറഞ്ഞു തന്നിട്ടുണ്ട്. ദേറീസ് വന്നപ്പം അച്ഛൻ അത് ഒന്നില് എന്താ ഇല്ല വീഡിയോക്ക് നമ്മൾ പറഞ്ഞിട്ടില്ല. ഇല്ല നമ്മൾ ആദ്യമായിട്ട് പറയാം. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിട്ട് നമ്മൾ ദേറീസും ഇവിടെയൊക്കെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിട്ട് ദേറീസ് പറഞ്ഞു അല്ലെ? ദേറീസും ഇനി ഇപ്പൊ നമുക്ക് പറയണം അവിടെ ഉണ്ടായിരുന്നു പറയുമ്പോ വേറെ വരും. അതേമാതിരി ഇനി അവിടെ ഉണ്ടാകും വരും. ഓക്കെ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അച്ഛൻ എനിക്കത് പറഞ്ഞു തന്നിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഞാനത് കയറി ചാടി പറഞ്ഞത്. അല്ലാതെ വേറൊന്നും ഉണ്ടല്ല. അച്ഛൻ രാത്രി ഞങ്ങൾ എന്നും പഠിക്കാറുണ്ട്. എന്നെ അച്ഛൻ ആകെ വിടണ ദിവസം ഒരു ദിവസം മാത്രമേ ഉള്ളൂ, ഞായറാഴ്ച വിടാതെ പിന്നെ ഒരു കളിയില്ലല്ലോ. ഞായറാഴ്ച പിന്നെ കുഴപ്പമില്ല, ബാക്കിയുള്ള ദിവസം ഫുൾ ഡേ അച്ഛൻ പഠിപ്പിച്ചോണ്ടിരിക്കും. അപ്പൊ ആ ദേറായാലും വരുന്നുണ്ട്. അപ്പൊ ആ ദേർ വരുമ്പോ ദേറീസ് എന്നെ അച്ഛൻ കൊണ്ട് പറയും. അപ്പൊ അച്ഛൻ പറയും ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഞാനത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.